إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഭൗതികമായ ഈ ജീവിതത്തിൽ പ്രപഞ്ചനാഥനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള സകല നിഅമത്തുകളും ആസ്വദിച്ച് ആനന്ദങ്ങളോടുകൂടി ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള യാത്രയെ സംബന്ധിച്ച് മറന്നുപോവുക സ്വാഭാവികമാണ്. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ കൽബിലേക്ക് ഓടി വരേണ്ടതാണ് മരണം. സദാസമയങ്ങളിലും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ പലപ്പോഴും ആ മരണത്തെ സംബന്ധിച്ചുള്ള വിചാരങ്ങൾ, ചിന്തകൾ നമ്മുടെ കൽബിൽ നിന്ന് പാടെ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, നിങ്ങളുടെ അമലുകളിൽ നിങ്ങൾക്ക് സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടാവാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ മരണത്തെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിമാനായ ഒരു മുഅ്മിൻ ആരാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തരുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അക്സറുഹും ലിൽ മൗതി ദിക്റാ, ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു.
ആ മരണം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഏറ്റവും അഹ്സനായ രൂപത്തിലുള്ള, ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി, അമലുകളുമായി ജീവിതത്തെ ക്രമീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരായ ആളുകൾ. ഭൂമി ലോകത്ത് ഒരുപാട് വ്യത്യസ്ത ചിന്താധാരകളും മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുമ്പോൾ ആ എല്ലാ പിഴച്ച കക്ഷികളുടെ മാർഗങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ഹക്കിൻ്റെ പാതയിൽ അടിയുറച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വരണേ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാന്റെ സ്വർഗത്തിലേക്കും റബ്ബിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരണേ. മരണം ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അമലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ജീവിതത്തെ ക്രമീകരിക്കാനാണ് അള്ളാഹു മനുഷ്യനോട് കൽപ്പിച്ചത്. അവിടെ വിജയം ആർക്കുള്ളതാണ്? ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗത്തെ ഒരുക്കി വെച്ചിരിക്കുന്നത്. മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്, തഖ്വയോടുകൂടി ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ്, ഹറാമുകളിൽ നിന്ന് അള്ളാഹനെ ഭയന്നുകൊണ്ട് വിട്ടുനിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. അമലുകൾ ചെയ്യുമ്പോൾ റബ്ബിൻ്റെ മാർഗത്തിൽ സ്വർഗത്തെ കൊതിച്ചുകൊണ്ട്, അള്ളാഹിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുന്ന മുത്തഖീങ്ങൾക്കുള്ളതാണ് സ്വർഗം. വിശ്വാസങ്ങളിലും അമലുകളിലും സ്വഭാവങ്ങളിലുമുള്ള പിഴവുകൾ അള്ളാഹ്ക്ക് വേണ്ടി തിരുത്തി വിശ്വാസത്തെയും കർമ്മത്തെയും സ്വഭാവത്തെയും ശുദ്ധീകരിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയല്ല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സ്വർഗത്തെ നിങ്ങൾക്ക് ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. വല്ലാഹു യദ്ഉ, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നു. എവിടേക്ക്? അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അല്ലാഹു വിളിച്ചുകൊണ്ടിരിക്കുന്നു. മസ്കൻ, ശാന്തിഗേഹം, സമാധാനത്തിന്റെ ഭവനം, അതാണ് സ്വർഗം, ശാന്തിയുടെ ലോകം. സഹോദരങ്ങളെ, ആ ലോകത്തേക്ക് അല്ലാഹു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള, അല്ലെങ്കിൽ സ്വർഗത്തെ നേടിയെടുക്കാനുള്ള പക്വമായ എല്ലാവിധ മാർഗങ്ങളും അല്ലാഹു നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച് തന്നു. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നന്ദിയുള്ളവരുടെ മാർഗവും നന്ദി കെട്ടവരുടെ മാർഗത്തെയും അല്ലാഹു തെളിയിച്ച് തന്നിട്ടുണ്ട്. രണ്ട് വഴി പടച്ച റബ്ബ് നമ്മളെ മുന്നിൽ തെളിയിച്ചു തന്നു. ഒന്ന് ഇമ്മാ ശാകിറൻ, നന്ദിയുള്ളവരുടെ മാർഗമാണ്. രണ്ട് വ ഇമ്മാ കഫൂറാ, കുഫറിൻ്റെയും നന്ദി കെട്ടവരുടെയും മാർഗമാണ്. ഇതിലേതിലാണ് നമ്മൾ ഉള്ളത് എന്ന ഒരു പരിശോധന സഹോദരങ്ങളെ നമ്മൾ നടത്തൽ അനിവാര്യമാണ്. കാരണം നമ്മുടെ ജീവിതം ഈ ലോകത്തിങ്ങനെ ജീവിച്ച് തീർക്കൂല എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ഇങ്ങനെ എല്ലാ കൊല്ലം നമ്മൾ ജീവിച്ച് ഇവിടെ ശാശ്വതമായി ജീവിക്കുമെന്നതിൽ ഒരു അങ്ങനെ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ ആർക്കില്ല. ഞാനിവിടെ തന്നെ ഉണ്ടാകും, മരിക്കൂല എന്നുള്ളൊരു ബോധമൊന്നും നമുക്കില്ല. മരിക്കും, പക്ഷെ ആ മരണത്തെ പലപ്പോഴും മറന്നുപോകലാണ് പതിവ്. മരണത്തെ പലപ്പോഴും മറന്നുപോകലാണ് പതിവ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ധാരാളം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മരണത്തെക്കുറിച്ച്. എത്ര ആളുകൾ സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി, എത്ര കുടുംബങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ പള്ളികളിൽ, അതേ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്നുണ്ട്? ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി വെക്കൂ. നമ്മുടെ കുടുംബത്തിൽ എത്ര എണ്ണം പോയി അല്ലേ? അവരുടെയൊക്കെ വില നമുക്ക് ബോധ്യപ്പെട്ടത് അപ്പോഴല്ലേ. ഞാനും യാത്ര പോകേണ്ടവനാണ് എന്നൊരു ബോധം നമ്മുടെ കൽബിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പടച്ച റബ്ബിൻ്റെ കോടതിയിലേക്ക് വേണ്ടി ഈ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുക. ഈ ദുനിയാവ് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ഭൂമി. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. അമലുകളാകുന്ന വിത്തിറക്കിയാൽ
അതിൻ്റെ ഫലം നാളെ റബ്ബിൻ്റെ കോടതിയിൽ കൊയ്തെടുക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ അമലുകൾ കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ, വിശ്വാസത്തെ ശുദ്ധീകരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിൻ്റെ ആഡംബരങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പലിശ വാങ്ങിയും കൊടുത്തും ഹറാമ് ചെയ്തും ചെയ്യാതെയും അതേപോലെ തന്നെ നന്മകളിൽ നിന്ന് വിട്ടുനിന്നും സുഹൃതങ്ങളിലോടടുക്കാതെയുമൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാർ, ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അന്തിമഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്നത് ചില മനുഷ്യരെക്കുറിച്ച്, മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. ഈ ദുനിയാവിനോടാണ് മനുഷ്യന് കൂടുതൽ താല്പര്യം, ഇതിൻ്റെ അലങ്കാരങ്ങളെയാണ് മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്, ഈ ആഡംബരങ്ങളെയാണ് മനുഷ്യൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. പരലോകമാകുന്ന വിചാരണയുടെ നാളിനെ മനുഷ്യൻ മറന്നുകളയുകയാണ്. ഏറ്റവും ഉത്തമമായതും ഏറ്റവും നിലനിൽക്കുന്നതും ബാക്കിയാകുന്നതും പരലോകമാണ്, ഈ ദുനിയാവല്ല. ശാശ്വത ലോകമെവിടെ? അത് യൗമുൽ ഖിയാമയാണ്, സ്വർഗമാണ്, നരകമാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള രണ്ട് ലോകങ്ങൾ. സഹോദരങ്ങളെ, അവിടെയാണ് നമുക്കുള്ള ശാശ്വത ലോകമെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവാൻ, അല്ലേ? ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജിലാ വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജിലാ, ക്ഷണികമായ ജീവിതത്തെ മനുഷ്യൻ ഇഷ്ടപ്പെടുകയാണ്. വയദറൂന വറാഅഹും യൗമൻ സഖീലാ, മനുഷ്യന്റെ പിന്നിൽ വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ മനുഷ്യൻ മറന്നുകളഞ്ഞു, അതിനെ പുറങ്കാലുകൊണ്ട് പിന്നോട്ട് തട്ടിക്കളഞ്ഞു. പരലോകത്തെ മറന്നിട്ട് അധ്വാനിക്കുക, പരലോകത്തെ മറന്നിട്ട് ജീവിക്കുക, പരലോകത്തെ മറന്ന് സഹോദരങ്ങളെ സ്വന്തം കുടുംബത്തെ വരെ നോക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ട് ഭൂമിയിലെ. അള്ളാഹിനോട് കണക്ക് പറയണ്ടേ? സ്വന്തം ഭാര്യയാണെന്ന് ഏറ്റെടുത്ത് പിതാവിൻ്റെ അല്ലെങ്കിൽ വലിയൻ്റെ കൈ പിടിച്ച് അമാനത്തായി ഏറ്റെടുത്ത ഒരു ഭാര്യയെ പരിചരിക്കേണ്ട രൂപത്തിൽ പരിചരിക്കാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്. ആ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാതെ അലസന്മാരായി വീടുകളിൽ കഴിച്ചുകൂട്ടി ഭാര്യമാരെ വേദനിപ്പിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. ഇതൊക്കെ റബ്ബിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടതല്ലേ? ആഖിറത്തിനെക്കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തി വീട്ടിൽ ചടഞ്ഞിരിക്കൂല. ആഖിറത്തിനെക്കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തി ജമാഅത്തിന് പള്ളിയിൽ നിന്ന് വിട്ടുനിൽക്കൂല. ആഖിറത്തിനെക്കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തി പലിശ ഇടപാടുകളിൽ വ്യാപൃതരാവുകയില്ല, ഹറാമുകളിൽ വ്യാപൃതരാവുകയില്ല, പുണ്യങ്ങളോട് കൂടുതൽ അടുക്കുന്നവരായിരിക്കും, ഇബാദത്തുകളോട് കൂടുതൽ അടുക്കുന്നവരാണ് മുഅ്മിൻ. ഒരു വിശ്വാസി, പരലോകത്തെക്കുറിച്ച് ബോധമുള്ള ഒരു മുവഹിദായ വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞതൊക്കെ കുടുംബരംഗമാകട്ടെ, അയാളുടെ ഇബാദത്തിൻ്റെ മറ്റു മേഖലകളാകട്ടെ, വിശ്വാസരംഗങ്ങളാകട്ടെ, എല്ലാം ശുദ്ധീകരിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ആഖിറത്തിനെ കൊതിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ മേഖലകളൊക്കെ നന്നാക്കും. അധ്വാനിക്കാനും, സഹോദരങ്ങളെ, ദുനിയാവിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് പോലും പുണ്യമുള്ള കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ആ വിഷയത്തിൽ മനുഷ്യൻ ഗഫലത്തിലാകുന്നത്, അശ്രദ്ധയിലാകുന്നത്? അതുകൊണ്ട് പണിയെടുക്കുന്നിടത്ത്, സഹോദരങ്ങളെ, ഇബാദത്തുകൾ ചെയ്യുന്നിടത്ത് എല്ലാം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്തേ കാരണം എന്നറിയോ? ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരണം എന്ന യാഥാർത്ഥ്യം എന്തായാലും നമ്മളിലേക്ക് വരും, യാതൊരു തർക്കവും അതിലില്ല. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിൻ്റെ രുചി ആസ്വദിക്കാത്ത ഒരു ജീവൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകൂല. എല്ലാ നഫ്സും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും. മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിൻ്റെ വേദനകൾ കടിച്ചമർത്തി അതിൻ്റെ വേദനകളുടെ ലോകത്തേക്ക് പ്രവേശിക്കാതെ ഒരു റൂഹും പോകൂല, അല്ലേ? യാ ആയിഷ,
ഇന്നലിൽ മൗതി ലസഖറാത്ത്, ഇന്നലിൽ മൗതി ലസഖറാത്ത്, ഇന്നലിൽ മൗതി ലസഖറാത്ത്. മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ എന്ന് സഖറാത്തിന്റെ വേദന കടിച്ചമർത്തുന്ന മുത്തുനബിയുടെ വാക്കതാണെങ്കിൽ ആ റസൂലുള്ള അനുഭവിച്ചിട്ടുണ്ട് വേദന. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചിട്ടുണ്ട് വേദന. നമ്മളും അനുഭവിക്കാനുള്ളവരാണ്, നമ്മൾ അനുഭവിക്കാനുള്ള. ഇവിടെ ഇങ്ങനെ ശാശ്വതമായി ജീവിക്കുന്നുള്ള ആ പ്രതീക്ഷ ഉണ്ടല്ലോ, ആ ഒരു മൈൻഡിലുള്ള ജീവിതം നിൽക്കൂല. സഹോദരങ്ങൾ എന്തായാലും പോണം അല്ലേ? അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ, ഈ ഭൂമിയിൽ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ. എന്നിട്ട് പടച്ചോൻ ചോദിക്കണം എന്തായോ? വന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് ഉയർത്തപ്പെടുകയില്ല, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയില്ല, കൊണ്ടുവരപ്പെടുകയില്ല എന്ന ധാരണയിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ്. നിങ്ങൾ കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ റൂഹിനെ ശരീരത്തിൽ നിന്ന് വേർപിരിക്കുന്നൊരു ദിവസം കടന്നു വരിക തന്നെ ചെയ്യും. അന്നത്തേക്ക് വേണ്ടി എന്താ നമ്മളെ കയ്യിലുള്ളത്? അന്നത്തേക്ക് വേണ്ടി എന്ത് സുഹൃതങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മുടെ കരങ്ങളിലുള്ളത്? ഈ ചിന്തക്കാണ് പ്രാധാന്യം, ഈ ചിന്തക്കാണ്. എല്ലാ ചിന്താഗതികളെയും മാറ്റിവെച്ച് ഇങ്ങനൊന്ന് ചിന്തിച്ചോക്കെ, ആഖിറത്തിലേക്ക് വേണ്ടി ഞാൻ എന്തു നേടി, പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തു നേടി? പരിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് ചോദിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് നേടിയെടുത്തിട്ടുള്ളത്? ഈ ഹറാമ് ചെയ്തവരും പലിശ ഇടപാട് നടത്തിയവരും ശിർക്ക് ചെയ്തവരും കുഫ്ർ ചെയ്തവരും പിന്നെ ഈ വൃത്തികേടുകൾ കണ്ടും ആസ്വദിച്ചൊക്കെ ജീവിച്ച മനുഷ്യന്മാർ മരണം തൊണ്ടയിലേക്ക് എത്തുന്ന സമയത്ത് വിലപിക്കുന്നതാണ് ഖുർആൻ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ 100-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. അയാൾ വിലപിക്കുകയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അയാൾ പറയാണ്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള, ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അമലുകളൊക്കെ ഞാൻ ചെയ്തോള റബ്ബേ, ഞാൻ നന്നായി വന്നോളാ പടച്ചോനെ. ഞാൻ നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, സ്വതക്ക ചെയ്തിട്ടില്ല, സുഹൃതങ്ങൾ ചെയ്തിട്ടില്ല, ഹറാമുകളിൽ വ്യാപിച്ചവനാണ് റബ്ബേ. എൻ്റെ സമയമൊന്ന് നീട്ടിത്തരുമോ നാദാ, എന്നെ ഈ സമയത്തെൻ്റെ റൂഹിനെ പിടിക്കല്ലേ അല്ലാ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കല്ലാ, വേണ്ട മനുഷ്യ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. മരണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പറയുന്നതാണ്, ഒന്ന് സമയം നീട്ടിത്തരോ പടച്ചോനെ, കുറച്ച് നീട്ടിത്തരോ റബ്ബേ എന്ന് ചോദിക്കുന്നതാണ്. ആ ചോദ്യത്തിന് അല്ലാഹു കൊടുക്കുന്ന മറുപടി ഇതാണ്, അല്ല വേണ്ട, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇത് വെറും പാഴായിപ്പോയ വാക്കാണ്. ഇപ്പം നീ പറയുന്ന ഈ വാക്കുണ്ടല്ലോ, അത് ഒരു പാഴ്വാക്കാണ്. നീ അങ്ങനെ വിലപിച്ചിട്ട് കാര്യമില്ല, അതൊരു വെറും വിലാപം മാത്രമാണ്. അതുകൊണ്ടൊരു കാര്യവും നിനക്ക് നേടാനില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി അതാ നിന്നെ കൊണ്ടുപോയി കിടത്താനുള്ള ബർസഖ്, ഖബറിന്റെ ലോകം, ബർസഖിന്റെ ലോകം, അവിടേക്കാണ് ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടക്കുള്ള മറ, അവിടേക്കാണ് നീ യാത്ര പോകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ ആ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നു അല്ലേ. എല്ലാവരും സഹോദരങ്ങളെ വാശി പിടിച്ചും വൈരാഗ്യത്തിലും കുടുംബത്തെ ബന്ധങ്ങൾ മുറിച്ചും ആ സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയും മറ്റുള്ളവന്റെ സമ്പത്ത് കൊള്ളയടിച്ചും പറ്റിച്ചുമൊക്കെ ജീവിച്ച് ഈ ദുനിയാവിനെങ്ങനെ ആഡംബരമാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, ആരാന്റെ സമ്പത്ത് നിന്ന് വയറ് വീർപ്പിച്ച് ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്തുന്ന മനുഷ്യന്മാർ, മറ്റുള്ളവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്ന മനുഷ്യന്മാർ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത് അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്ന മനുഷ്യന്മാർ, നാടുകളിൽ ഫിത്നകൾക്കും ഫസാദുകൾക്കും തിരികൊളുത്താൻ പല രൂപത്തിലുള്ള തോന്നിവാസങ്ങളെ ഭൂമി ലോകത്തേക്ക് അഴിച്ചുവിടുന്ന
ഭൂമി ലോകത്ത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ലോകം, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുള്ള മനുഷ്യരാവട്ടെ, അതേ ഇബാദത്തുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കിയവരാകട്ടെ, എല്ലാവരും മരിക്കും. ആ മരണം നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് അവർ വിലപിക്കുന്നതാണ്. പടച്ചോനെ എന്നെ ഒന്ന് പിന്തിച്ചു കൊണ്ടറപ്പേ എന്ന് പറയുന്ന ഖുർആൻ പറഞ്ഞല്ലോ കല്ലാ ഇദാ ബലഗത്തി തറാഖ്, കല്ലാ വേണ്ട മനുഷ്യ, ഇദാ ബലഗത്തി തറാഖ്, തൊണ്ടക്കുഴിയിലേക്ക് ജീവനെത്തുന്ന സമയത്ത്, ജീവൻ തൊണ്ടക്കുഴിയിലേക്ക് അങ്ങോട്ട് പിടികൂടി കഴിഞ്ഞാൽ, വഖീല മൻ റാഖ്, വഖീല മൻ റാഖ്, എന്തൊക്കെയോ മന്ത്രിക്കാനുണ്ട്, എന്തോ പറയാനുണ്ട്. ആരും അടുത്തു വന്നൊരു ആശ്വാസത്തിന്റെ വാക്ക് പറയാനില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, ആരും കൂടെയില്ലാത്ത സമയത്ത് പറയണമെന്നുണ്ട്. ഉമ്മാന്റെ കൈപിടിച്ച് പൊരുത്തപ്പെടിയിക്കണമെന്നുണ്ട്, ജ്യേഷ്ഠന്റെ കൈപിടിച്ച് പൊരുത്തപ്പെടിയിക്കണമെന്നുണ്ട്, കുടുംബക്കാരെ ചേർത്ത് പിടിക്കണമെന്നുണ്ട്, തെറ്റിപ്പിരിഞ്ഞ കൂട്ടുകാരനെ കാണണമെന്നുണ്ട്. പക്ഷെ ആരെയും കാണാൻ പറ്റിയ സമയമല്ല. കാരണം എന്തെന്നറിയുമോ? ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്, കണങ്കാലും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയമാണ്, കണ്ണുകൾ മേൽപോട്ട് മറിയുന്ന സമയമാണ്. കണ്ണിങ്ങനെ മറിയും മേലേക്ക്, കാലുകൾ ഇങ്ങനെ കൂട്ടി വരസും, രണ്ടും തമ്മിലിങ്ങനെ കൂട്ടിപ്പിണഞ്ഞ് ശരീരത്തിൽ നിന്നെന്തോ വേർപെടുന്നൊരനുഭവം അയാളുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോ അന്ന് തോന്നുകയാണ്, റബ്ബേ എനിക്കെന്റെ സമയമൊന്ന് നീട്ടിത്തരുമോ റബ്ബേ. നോക്കൂ, നിങ്ങളയാൾ പറഞ്ഞു നോക്കുകയാണ് റബ്ബിനോട്. ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ശരീരം റബ്ബിന്റെ അടുക്കലേക്ക് റൂഹിനെ കൊണ്ടുപോവുകയാണ്, മരണം ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറയുമെന്നാണ്, ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ, അല്ലാ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലാ, നന്മ ചെയ്തിട്ടില്ലല്ലാ, സത്യവാന്മാരുടെ കൂടെ സുഹൃതവാന്മാരുടെ കൂടെ ഞാൻ കണ്ണി ചേർന്നിട്ടില്ല റബ്ബേ, ഹക്കും ബാത്തിലും ഞാൻ വേർതിരിച്ച് നോക്കിയിട്ടില്ല റബ്ബേ. ഇതേ എൻ്റെ ഈ സമയം എനിക്കൊന്ന് പിന്തിച്ചു തരുമോ നാദാ, ഈ സമയം എനിക്കൊന്ന് നീട്ടിത്തരുമോ. മരിക്കുന്നവന്റെ വിലാപം, മരണത്തിന്റെ വേദന കടിച്ചമർത്തുന്നവന്റെ വിലാപം. ഈ വിലാപം സഹോദരങ്ങളെ, സുഹൃതവാന്മാരല്ല, തോന്നിവാസികളും തെമ്മാടികളുമായി ജീവിച്ചവർ വിലപിക്കുക തന്നെ ചെയ്യും. നിസ്കാരത്തിന്റെ സമയത്തെ അങ്ങാടിയിൽ പന്തും കളിച്ച് ഗ്രൗണ്ടിന്റെ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയങ്ങളിലും അല്ലാത്ത സ്റ്റേഡിയങ്ങളിലൊക്കെ സമയം കഴിച്ചു കൂട്ടുന്നവർ, ക്ലബ്ബുകളിൽ ഇരുന്ന് സൊറയടിച്ച് നേരം കഴിച്ചു കൂട്ടി, ജമാഅത്തിന് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം വന്നപ്പോൾ പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യന്മാർ ഇല്ലേ ഭൂമിയിൽ? ഒരു നന്മ ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നിടത്തുനിന്ന് വിട്ടു നിൽക്കുന്നവർ, ദഅവത്തിന്റെ വീഥികളിൽ നിന്ന്, ദഅവത്തിന് കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കാരണങ്ങൾ മെനഞ്ഞുണ്ടാക്കി അകന്നു നിൽക്കുന്നവർ, അള്ളാന്റെ ദീന് പഠിക്കാനുള്ള വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ട് ഖുർആനും സുന്നത്തും പഠിക്കാൻ ഇതാ നിങ്ങൾ കാഴ്ചയിൽ അവസരമുണ്ടെന്ന് പറഞ്ഞു വിളിക്കുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് അകന്നു പോകുന്നവർ, എല്ലാവരും ചിന്തിക്കണം. എല്ലാവരും ചിന്തിക്കേണ്ട വാക്കാണ് ഇത്. റബ്ബിന്റെ വാക്കാണ് ഇത്. റബ്ബിന്റെ വാക്കാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് പറഞ്ഞതാണ്. ഇങ്ങനൊരു വിലാപം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല സഹോദരങ്ങൾ. ആ മരണത്തിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, മരിക്കും നമ്മൾ, കൊണ്ടുപോകും നമ്മുടെ ഖബറിലേക്ക്, കൊണ്ടുപോകും നമ്മുടെ ബർസഖിന്റെ ലോകത്തേക്ക്. പിന്നീടുള്ള ലോകം വേറെയാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. യൗമുൽ ഹിസാബ് സത്യമാണ്. ഈ പകലെത്ര സത്യമാണോ, സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രി ഇരുട്ടുന്നു എന്നതെത്ര സത്യമാണോ, അതുപോലെ സത്യമാണ് അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. കൽബിൻ്റെ ഉള്ളിൽ നിഷേധത്തിൻ്റെ എത്ര സ്വരങ്ങൾ കൊണ്ട് കടന്നു നടന്നാലും സഹോദരങ്ങളെ അത് മരിക്കുമ്പോൾ ബോധ്യപ്പെടും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. കൽബിൻ്റെ ഉള്ളിൽ ഈമാനിനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
ഈ ഒരു ചിന്തയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ഒരു മരണത്തെക്കുറിച്ചുള്ള ബോധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റും. താടി നിരക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലൊരു അനുഭവം നോക്കൂ നിങ്ങൾ. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി എന്തിനാണെന്നറിയോ? എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിക്കുന്ന ഉമറിൻ്റെ നോട്ടം ഏതെങ്കിലും വേണ്ടാത്തിടത്തേക്ക് ഉമറൊന്ന് നോക്കിയാൽ ഉമറെ മരണം കിട്ടോ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരാളെ കൂടെ നിർത്തിക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മരണത്തെങ്ങനെ ഓർമ്മപ്പെടുത്താൻ, മനുഷ്യനാണ്, മറവി സംഭവിക്കാം. അപ്പം അങ്ങനെ തട്ടിയിട്ട് ഉമറെ അത് നോക്കണ്ടട്ടോ മരണമുണ്ട്, അത് ചെയ്യണ്ടട്ടോ മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുമായിരുന്നു. താടിയുടെ ഒരു രോമം നരച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പണിയില്ല, ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ എൻ്റെ താടിയിലൊരു രോമം നരച്ചിരിക്കുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. സഹോദരങ്ങളെ, ഇങ്ങനെയായിരുന്നു സ്വഹാബികളൊക്കെ, ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് ജീവിതത്തെ നന്നായിട്ടൊന്ന് മുഖവരക്കെടുക്കുക. നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെയും വ്യക്തി ജീവിതത്തെയും എല്ലാം നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക. നമ്മുടെ സമ്പത്തിൽ ഹറാമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവനെ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയെടുത്ത മുതലുണ്ടോ? ഇന്ന് തീർക്കണം. അയാളുമായി പറഞ്ഞ് പൊരുത്തപ്പെടിയിക്കാൻ, കൊടുത്തു തീർക്കാനുള്ളത് കൊടുത്തു തീർക്കാൻ, എല്ലാം ശരിപ്പെടുത്തി അകന്നു നിൽക്കുന്ന ബന്ധങ്ങളിലൊക്കെ കൂട്ടിച്ചേർക്കാൻ, ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ. കാരണം നാളെ നേരം വെളുത്താൽ ഒരുപക്ഷെ കട്ടിലിൻ്റെ കൂടെ ഇളകുന്നത് നമ്മുടെ ശരീരമായിരിക്കാം. വാപ്പാ എന്ന് വിളിക്കുന്ന മക്കൾ വിളിക്കുമ്പോൾ മക്കളുടെ വിളി കേട്ട് ഉണരാനുള്ള ജീവൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ മിടിപ്പ്, ഹൃദയത്തിൻ്റെ മിടിപ്പ്, ആ സെക്കൻഡുകൾക്ക് വേഗതയിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ മിടിപ്പ് പെടുന്നനെ നിന്നുപോയാൽ എല്ലാം തീർന്നു സഹോദരങ്ങളെ. ഹറാമിലൂടെ ഉണ്ടാക്കിയ മുതലും, സക്കാത്ത് കൊടുക്കാതെ സദഖ ചെയ്യാതെ പിശുക്കി വെച്ച മുതലും, അതേ കുടുംബത്തെ നോക്കാതെ ജീവിച്ചതും, എല്ലാ തോന്നിവാസങ്ങളും അവിടെ നിൽക്കും. ആ ഒരൊറ്റ ഹൃദയത്തിൻ്റെ മിടിപ്പോടെ എല്ലാം നിൽക്കും. പിന്നുള്ള ലോകം വേറെ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഓസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു കളിതമാശയിലോ അല്ലെങ്കിൽ ഖുതുബയുടെ ഒരു അലങ്കാരത്തിന് വേണ്ടിയോ അല്ല നമ്മളീ പറയുന്ന വാക്കുകളൊക്കെ. ഇത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൽബിലേക്ക് ചേർത്തു വെക്കേണ്ടതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലോകത്തോട് യാത്ര പറയുന്ന ചരിത്ര സംഭവം നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. മരിക്കുന്ന നേരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അബൂ ഹുറൈറയോട് ആളുകൾ ചോദിച്ചല്ലോ, എന്തിനാ അബൂ ഹുറൈറ, എന്തിനാ കരയണത്? രണ്ട് കണ്ണുകളിലൂടെയും കണ്ണുനീരുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകയാണ്. സക്കറാത്തിൻ്റെ വേദന ശരീരത്തിനോടിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അബൂ ഹുറൈറാൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, കരയല്ലേ അബൂ ഹുറൈറ, ജീവിതം ധന്യമായിരുന്നല്ലോ, റസൂലിൻ്റെ കൂടെ ജീവിച്ച വ്യക്തിയാണ്, റസൂലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ശേഖരിച്ച വ്യക്തിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. രാത്രിയുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ച വ്യക്തിയാണ് അബൂ ഹുറൈറ. മരണം തൊണ്ടയിലേക്ക് എത്തി നിൽക്കുന്ന അന്നത്തെ ആ സെക്കൻഡിൽ സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ ചാലിട്ട് കണ്ണീരിങ്ങനെ ഒഴുകുമ്പോൾ കൈയിങ്ങനെ അമർത്തിപ്പിടിച്ച് തലയുടെ ഭാഗം തടവിക്കൊടുത്ത് സ്വഹാബികളിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കരയല്ലേ, എന്തുപറ്റി, എന്തിനാ വിതുമ്പുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ കരയുന്നത് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിട പറയുകയാണല്ലോ, എൻ്റെ മരണം എന്നിലേക്ക് അടുത്തല്ലോ, എൻ്റെ ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ളൊരു പേടി എൻ്റെ കൽബിലുള്ളത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയാനുള്ള കാരണം സ്വർഗത്തിലേക്ക് ഞാൻ ഇനി എത്തണമെങ്കിൽ ഇനി ഒരുപാട് കടമ്പകൾ ഞാൻ താണ്ടിക്കിടക്കണമല്ലോ. എൻ്റെ ബേജാറ് സ്വർഗത്തിലേക്കുള്ള അമലുകളാകുന്ന പാതേയം എൻ്റെ കയ്യിൽ കുറവാണ്, അമലുകളാകുന്ന പാതേയം എൻ്റെ കയ്യിൽ വിരളമാണ്, കുറവാണ്, എൻ്റെ കയ്യിലില്ല. ആരെ പറയണ സഹോദരങ്ങളെ? ഈ വാക്ക് പറയുന്ന വ്യക്തിയാരാ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ എന്ത് പറയണം? നമ്മൾ എത്രമാത്രം വിലപിക്കണം? നോക്കൂ നിങ്ങൾ, റസൂലിൻ്റെ കൂടെ നടക്കുമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാനേറ്റ വീട്ടിലേക്ക് പോയാൽ റസൂൽ വല്ല ഹദീസും പറയോ, ആ ഇൽമെനിക്ക് കിട്ടാതെ പോകുമോ എന്നുള്ളൊരു വേദന. കൂടെ നടക്കും റസൂലുള്ളാഹിൻ്റെ.
പിന്നാലെ നടക്കും റസൂലുള്ളാഹിൻ്റെ. റസൂൽ കാല് വെച്ച് അതേ സ്ഥലത്ത് കാല് വെക്കാൻ പരിശ്രമിക്കുന്ന സ്വഹാബികൾ. ഇവർ പറയുന്ന വാക്കാണ്, വിട പറയാണ് ഭൂമിയിൽ നിന്ന്. ആ സമയത്ത് പറയുന്ന വാക്ക്, എൻ്റെ മക്കളെക്കുറിച്ചല്ല പേടി, എൻ്റെ മക്കൾ എന്താകുന്നുള്ള ബേജാറല്ല, എൻ്റെ ഭാര്യ എന്താകുന്നുള്ള ബേജാറല്ല, എൻ്റെ സമ്പത്ത് എന്താകുന്നുള്ള ബേജാറല്ല. വിട പറയുന്ന നേരത്ത് അബൂ ഹുറൈറാന്റെ വാക്ക്, സ്വർഗത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ ഞാൻ താണ്ടിക്കടക്കണം. എൻ്റെ പേടി അമലുകളാകുന്ന വിഭവങ്ങൾ പാതേയം എൻ്റെ കയ്യിൽ കുറവാണ്. വൽ മൗത്തു ഖരീബ്, മരണം എന്നിലേക്ക് അടുത്തല്ലോ റബ്ബേ. ഇനി അമലുകൾ ചെയ്യാനുള്ളൊരു ചാൻസ് ഈ ഭൂമിയിൽ ഇല്ലല്ലോ എന്നാണ്, ഈ ഭൂമിയിൽ എനിക്കില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചെന്നൊരു പാഠം എന്താണെന്നറിയോ? ഉള്ള കാലം നന്നായി പ്രവർത്തിക്കാം. ഉള്ള കാലം, ആയുഷ്കാലം എത്ര കിട്ടുന്നുവോ അത്രയും അള്ളാൻ്റെ മാർഗത്തിൽ നമുക്ക് നമ്മുടെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക, കരളുരുകി റബ്ബിനോട് ദുആ ചെയ്യുക. സ്നേഹിക്കുക മനുഷ്യന്മാർ പരസ്പരം. വാശിയും വക്കാണവും വെറുപ്പും ഉദ്ദേശമൊക്കെ വലിച്ചെറിയ കൽബിന്നെടുത്തിട്ട്, എന്നിട്ട് സ്നേഹിച്ചും അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടും മനസ്സറിഞ്ഞ് റബ്ബിന് വേണ്ടി സ്നേഹിച്ച് റബ്ബിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക. പാവങ്ങളെ സഹായിക്കുന്നിടത്ത് നമ്മൾ മുന്നിൽ നിൽക്കുക. ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ മുന്നിലിറങ്ങുക. സക്കാത്തിൻ്റെ ഓഹരികൾ വിഹിതമായി കൊടുത്തു തീർക്കേണ്ടത് കൃത്യമായി കൊടുക്കുക. നിസ്കാരം പോലെയുള്ള ഇബാദത്തുകളുടെ കാര്യത്തിൽ, ഫർളായ ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. സുന്നത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. സകല ഹറാമുകളോടും വിട പറയുക. എല്ലാ ഹറാമുകളോടും ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വൃത്തികേടുകളുണ്ടല്ലോ, അതിനൊക്കെ ഒരു വിരാമം കുറിക്കുക. അതിനൊക്കെ ഒരു അവസാനയുടെ ഒരു തിരശ്ശീലയിടുക. തെക്കുവ കൊണ്ടുള്ള തിരശ്ശീല, ഈമാന് കൊണ്ടുള്ള തിരശ്ശീല, പ്രാർത്ഥനകൾ കൊണ്ടുള്ള തിരശ്ശീല, മരണചിന്ത കൊണ്ടുള്ള ഒരു തിരശ്ശീല അതിനൊക്കെ ഇടുക. എന്നിട്ട് ജീവിതത്തെ ഒന്ന് ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് ഏറ്റവും പ്രധാനം ദീനിയായ മതപരമായ ഇൽമ് നമുക്ക് അനിവാര്യമാണ്. ആഴ്ചയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഇല്ലേ സഹോദരങ്ങളെ? എത്ര ആളുകൾ പങ്കെടുക്കുന്നു? ഒന്നാലോചിച്ച് നോക്കി. ഇൽമ് കിട്ടുമ്പോഴാണ് നമ്മുടെ കൽബിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിക്കുകയുള്ളൂ. അമലും ഇബാദത്തൊക്കെ കൂടുതൽ ഉണ്ടാവണമെങ്കിലും, അതേപോലെ തന്നെ നമുക്കൊരു തെക്കുവൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം? ഇൽമുണ്ടാവണം. അതുകൊണ്ട് മുത്തഖീങ്ങളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ഇത് വന്നുപോയ എല്ലാ പിഴവുകളും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിൻ്റെ വേദന കടിച്ചമർത്തുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, ചേട്ടന്മാർ, വല്ലിപ്പമാർ എല്ലാവർക്കും അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വാശിയും വെറുപ്പും വിദ്വേഷവും പകയുമൊന്നുമില്ലാത്ത നല്ല സലീമായ ഖൽബ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുപ്പിൻ്റെ ലോകത്തു നിന്ന്, വിദ്വേഷത്തിൻ്റെ ലോകത്തു നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر.